ആലപ്പുഴ താമരക്കുളത്ത് നിന്നാണ് നടുറോഡിലെ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഇന്ന് പുറം ലോകം പറഞ്ഞത്. വാഹനം കടന്നു പോകാൻ സൈഡ് കൊടുത്തില്ല എന്ന പേരിലായിരുന്നു ഒരു അത്യാസന്ന രോഗിയുമായി പോയ ആംബുലൻസ് നേരെയുള്ള യുവാക്കളുടെ അതിക്രമം. ശൂരനാട് സ്വദേശികളായ യുവാക്കളാണ് ആംബുലൻസ് യാത്ര തടസ്സപ്പെടുത്തും വിധം കാർ ഓടിച്ചതും ആംബുലൻസിന് കുറുകെ കാർ വെച്ചതും. ഇന്നലെ ഉച്ചയ്ക്ക് നടു റോഡിൽ നടന്ന സംഭവം പുറത്തു വന്നത് ഇന്നാണ്. പരാതിക്കാരനെ സ്വാധീനിച്ചും പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയും ഒരു കേസ് പോലും ഇല്ലാതാക്കിയതിനു ശേഷമായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കായംകുളത്തിന് സമീപം താമരക്കുളം വയ്യാങ്കരയിലാണ് സംഭവം. ആനേടിയിൽ നിന്ന് സ്ട്രോക്ക് ഉണ്ടായ രോഗിയുമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. ശൂരനാട് നിന്ന് മെത്ത വിൽക്കാൻ കാറിൽ പോയ യുവാക്കളാണ് മാർഗതടസ്സമുണ്ടാക്കിയത്. ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ കുറേ ദൂരം കാർ ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തി. കാറിന് കടന്നു പോകാൻ ആദ്യം ആംബുലൻസ് അവസരമൊരുക്കിയില്ലെന്നതിൻ്റെ പേരിലായിരുന്നു നടു റോഡിൽ ഈ അഭ്യാസം. വയ്യാങ്കരയിലെത്തിയപ്പോൾ കാർ വട്ടമിട്ട് ആംബുലൻസ് തടഞ്ഞ് ഡ്രൈവർ വിഷ്ണുവിനെ കയ്യേറ്റം ചെയ്തു. ഡ്രൈവർ വിഷ്ണു രോഗിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം വൈകിട്ട് തിരികെ എത്തി നൂറനാട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു. ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ ആളുകൾ അധികം ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പരാതി പിൻവലിച്ചു എന്നും വിഷയം ഒത്തുതീർപ്പാക്കിയെന്നുമാണ് നൂറനാട് പോലീസ് അറിയിക്കുന്നത്. ഇവിടെ പരാതിക്കാരൻ അത് പിൻവലിച്ചതുകൊണ്ട് കേസെടുത്തില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ സമൂഹത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം നടന്നു എന്ന വിവരം ലഭിച്ചാൽ അത് അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കി കേസെടുക്കാനുള്ള ബാധ്യസ്ഥത പോലീസിനുണ്ട്. ഇവിടെ കാർ തടഞ്ഞതിനേക്കാൾ ഗുരുതരമായ കുറ്റം അതിനു നേരെ മൗനം കാണിക്കുന്ന പോലീസ് നടപടിയാണ്. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.